ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിൻ്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിൻ്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചിലർ എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല, ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഞാൻ പറയാം, HDSലെ അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. HDSൽ എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ HDS എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെച്ചാൽ ഞങ്ങൾ വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല. ഇതിലെ UDF അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ HDSൽ. കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയാണ് HDSലെ HMSലൊക്കെ അംഗങ്ങളാക്കുക. അതിൽ ഒരാൾ പോലും ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. MLAയും MP യും ഡെപ്യൂട്ടി സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച വന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനം അത് K മുരളീധരൻ്റെ തീരുമാനമല്ല, HDSൻ്റെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും ഈ സ്ഥലം കയ്യേറ്റക്കാരെ നിർബന്ധമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും. അവിടെ ഇതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഒന്നായതിൻ്റെ കാരണം എന്താ അറിയും? അവിടെയുള്ള ഈ ലാബിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബിൽ അവിടെ ഈ ഒരു സംവിധാനമുണ്ട്, റീഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ, പ്രഷർ ഇതൊക്കെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അത് വാങ്ങുന്നില്ല. ഇതിനെന്ത് ചെയ്യുന്നു? അടുത്തുള്ള 2 പ്രധാന സ്വകാര്യ ലാബുകളിൽ അവിടുന്ന് കുറി കൊടുക്കുക, അവിടെ ടെസ്റ്റ് ചെയ്ത് വരാൻ. ആ ലാബ് ആരാ നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ ആരും പേര് പറയുന്നില്ല. ഈ 2 ലാബുകൾ ലക്ഷങ്ങൾ ലാഭം എടുക്കുകയാണ്. അത് തടഞ്ഞതാണ് ഈ പ്രകോപനത്തിന് മുഴുവൻ കാരണം, അല്ലാണ്ട് പൊതിച്ചോറ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ റീചാർജ് ചെയ്യാനെടുത്ത തീരുമാനം പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ഇനി പുറത്ത് കൊടുക്കരുത് എന്ന് കർശനമായി, അവിടെ തന്നെ ലാബുണ്ട്, ആ ലാബിൽ പരിശോധിച്ചാൽ മതി. അതിനാവശ്യമുള്ള സംവിധാനം ഒരുക്കാൻ മിഞ്ഞാന്ന് തീരുമാനമെടുത്തു. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചോ. അതിൻ്റെ ആരാണ് അതിൻ്റെ നിയന്ത്രണം, അവർക്ക് എത്ര ലാഭം കിട്ടും, നിങ്ങൾ അതും കൂടെ നോക്കണ്ടേ? ഇത് മാത്രം പറഞ്ഞാൽ മതിയോ? അതും കൂടെ നോക്ക്.